വാസുദേവ, ഒന്ന് പറഞ്ഞു തരാമോ, എങ്ങനെയാണ് ഈ ഇഹലോകത്തിൽ നിന്നും രക്ഷ നേടേണ്ടത്? അതിനെന്തെല്ലാമാണ് ചെയ്യേണ്ടത്? കേട്ടുകൊള്ളൂ പാർത്ഥ. എപ്പോഴും ഭഗവാന്റെ സ്മരണയോട് കൂടി ജീവിക്കുകയും ഭഗവാനാണ് എല്ലാത്തിൻ്റെയും നാഥനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനിൽ ഉറച്ചു വിശ്വസിക്കുക. ഭഗവാന്റെ കർമ്മങ്ങളാണ് ഞാനെല്ലാം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ഭഗവാനാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫലേച്ഛ കൂടാതെ ചെയ്യുക. ദാനധർമ്മങ്ങൾ ചെയ്യുക. മന്ത്രജപത്താലും ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ പഠിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഒന്നിലും താനെന്ന ബോധമില്ലാതെ എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത് എന്ന ബോധത്തോടു കൂടി ചെയ്യുന്നവൻ്റെ കൂടെ ഭഗവാൻ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് നീ എപ്പോഴും യഥാർത്ഥ ഭക്തനായി ജീവിക്കുക. നിഷ്കാമപരമായ കർമ്മങ്ങൾ ചെയ്യുക. അതിലൂടെ മാത്രമേ നന്മയുണ്ടാകുകയുള്ളൂ. അതിനുവേണ്ടി ശ്രമിക്കൂ പാർത്ഥ. സർവ്വതിലും സർവ്വവിജയങ്ങളും ഉണ്ടാകുന്നതാണ്. അതിനായി നീ ശ്രമിക്കുക. ഭഗവാന്റെ കാരുണ്യം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അതിനായി നീ എപ്പോഴും ഈശ്വര ചിന്തയോടുകൂടെയും ഭഗവാന്റെ സമർപ്പണമായി നീ ജീവിക്കുക. എന്നാൽ മാത്രമേ ഭഗവാനിലെത്തപ്പെടുവാൻ നിനക്ക് കഴിയുകയുള്ളൂ. അതിനുവേണ്ടി ശ്രമിക്കുക. നാം എല്ലാവരും ഭഗവാന്റെ സ്മരണയോടുകൂടെയും ഭഗവാനാണ് എല്ലാം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ ഭഗവാനിൽ എത്തപ്പെടുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ മാത്രമേ ഈ ഇഹലോകത്തിൽ നിന്നും മോക്ഷം ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. അതിനുവേണ്ടി ശ്രമിക്കുക. സർവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ജഗദീശ്വരൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ. അതിനായി എല്ലാവരും പ്രാർത്ഥിക്കുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.